സ്വാതി, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് കൈലാസ പരിക്രമണം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സാധാരണ എല്ലാവരും പോകുന്നത്, രണ്ടാമത്തത് ഇത്രയും റിസ്ക്കി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഘടനയെപ്പോലും മാറ്റിമറിക്കാവുന്ന ഇന്നർ പരിക്രമണ. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? കൈലാസ ഇന്നർ പരിക്രമ എന്ന് വെച്ചാൽ കൈലാസ പർവ്വതത്തിൻ്റെ അടുത്തേക്ക് പോയി കൈലാസ പർവ്വതത്തോട് തൊട്ട് ചേർന്ന് എത്ര അടുത്ത് വരും? തൊടാൻ പറ്റും, പക്ഷേ തൊട്ടുകൊണ്ട് പ്രദക്ഷിണം ചെയ്യാൻ പറ്റത്തില്ല. ഒരു 100 അടി പുറകോട്ട് ഇറങ്ങി നിന്നിട്ട് പ്രദക്ഷിണം ചെയ്യാൻ പറ്റുള്ളൂ. എന്താ പറയുക, കൈലാസ പർവ്വതം ഞാൻ പറഞ്ഞ ഒരു പീഠത്തിലല്ലേ വെച്ചേക്കുന്നത് പറഞ്ഞു. ആ ഒരു കല്ലുകൊണ്ട് ഉണ്ടാക്കിയ പീഠത്തിന് മുകളിൽ ഒരു കല്ലടി, ഒരു ഒറ്റ കല്ലായിട്ടൊരു ശില വെച്ചേക്കുക. പർവ്വതം എന്നുള്ള ഒറ്റ ശില, അതൊരു 20 അടി മുകളിലാണ് ശില വെച്ചേക്കുന്നത്. പക്ഷെ അതുവരെയുള്ള ബേസ്മെന്റ് ചരൽ കൊണ്ടുണ്ടാക്കിയ ബേസ്മെന്റാ. നമുക്ക് ചരൽ കാണാം. ചരൽ ചരലിന്റെ മുകളിൽ ഇരിക്കുകയാണ്. ഉരുളൻ കല്ലുകള് എന്തോ കുറെ എന്താ പറയാ, ഒരു സിലിക്കോൺ എന്തോ ഒരു ലൈനി കൊണ്ട് കൂട്ടി പിടിപ്പിച്ചേക്കുന്ന, നമ്മൾ സിമെന്റ് ഇട്ട് പിടിപ്പിച്ചേക്കുന്ന ഒരു തറയാണ്. അത് നമുക്ക് തൊട്ടടുത്ത് ചെന്ന് തന്നെ കാണാം. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് ആരോ ഉണ്ടാക്കി വെച്ചതാണോ എന്ന് പറയുന്നത് അല്ലേ? അല്ല, അതുകൊണ്ടല്ല. അങ്ങനെ ഒരു ബേസ്മെന്റിൽ ഒരു കല്ല് കൊണ്ടത് വെക്കാതെ പിന്നെ എങ്ങനെ ഒരു കല്ല് അങ്ങനെ ഈ സെഡിമെന്റഡ് റോക്സ് എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ ടെക്ടോണിക് യങ് മൗണ്ടൻ ആണല്ലോ കൈലാസ്, ഹിമാലയം. അത് ഈ ടെക്ടോണിക് കൊളീഷന്റെ സമയത്ത് ഉണ്ടായ പർവ്വതനിരകൾ മൊത്തം ഈ ഭൂമിക്കടിയിൽ നിന്ന് ഓഷ്യൻസിന്റെ അടിയിൽ നിന്ന് വന്നതാ. അതുകൊണ്ടാണ് ഇതിന്റെ കൂടിയ ഫോസിൽ റിമൈനിങ്സും ഈ ചരലും മണ്ണും എല്ലാം കൂടി ഉണ്ടെന്ന് വെച്ചാൽ ടിബറ്റൻ പീഠഭൂമിയിലുള്ള മുഴുവൻ മലകളും ഇങ്ങനെയാ, ചരലുകളാ, അല്ലാതെ കല്ലുകളില്ല, ചരലുകൾ മാത്രമുള്ള മലകളാ, ബ്രൗൺ പൊടിമണല മുഴുവൻ. പക്ഷെങ്കിൽ കൈലാസ പർവ്വതത്തിന്റെ ഈ ബേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ചരൽ മണ്ണ് തന്നെയാണ്, അല്ലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള റോക്ക് ഫോർമേഷനാണ്. പക്ഷെങ്കിൽ അത് കറുത്ത കളറിലുള്ള സാൻഡ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതും. അതിന് മുകളിൽ അവിടെ ആ ഭൂമികയിലില്ല, കല്ലില്ലാത്ത ഭൂമിക, ഈ ചെറിയ ചരൽ മാത്രമേ ഉള്ളൂ. ഒരു കല്ല്, ഒറ്റ കല്ല് അതിന് മുകളിൽ കൊണ്ട് വെച്ചേക്ക്. ഏകദേശം ഒരു 700 മീറ്റർ ഉള്ള കല്ലിന്റെ ഉയരം. കൈലാസ പർവ്വതത്തിന്റെ ഉയരം നമ്മൾ നമ്മൾ നോർത്ത് ഫേസിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ കൈലാസ പർവ്വതത്തിന്റെ താഴെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ 700 മീറ്റർ മാത്രമേ അതിന് ഉയരമുള്ളൂ. അതിന് മുകളിലേക്ക് ഉയരമില്ല. അത്ര ചെറിയ പർവ്വതം അത്. പക്ഷെങ്കിൽ 22,000 അടി മുകളിലാവും. 700 മീറ്ററോടെ കൂടുമ്പോൾ ഉയരം കൂടിയെന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ തറ മുതൽ മുകൾ വരെ 700 മീറ്ററേ ഉള്ളൂ. അത്ര ചെറിയ മൗണ്ടനാ. ഒരാൾക്ക് കയറാനോ അതിനെ പഠിക്കാനോ ആണെങ്കിൽ നിഷ്പ്രയാസം ഒരു ദിവസം കൊണ്ട് പ്രദക്ഷിണം ചെയ്ത് വരാം, അത്രേ ഉള്ളൂ. അല്ല, കൈലാസത്തിന്റെ മുകളിലാരും കയറിയിട്ടില്ല. ഇല്ല, അതെന്തുകൊണ്ടാണെന്ന് ഇവിടെ ഞാൻ പറയട്ടെ. കൈലാസത്തിന് മുകളിൽ കയറാം, പക്ഷെ ചൈന ഒരു പ്രാവശ്യം റഷ്യൻസിനെ ചൈന ഇൻവൈറ്റ് ചെയ്തിട്ട് കൈലാസ് എക്സ്പെഡീഷന് വേണ്ടി ശ്രമിച്ചിരുന്നു. അവർ ഇനിയിപ്പോൾ പലരും കയറിയോന്നൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെങ്കിൽ അവർ പക്ഷെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഞങ്ങൾ കോൺകർ ചെയ്തു അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. റഷ്യൻസ് ചൈനയുടെ ഒക്കെ പോലും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അവർക്ക് പാരാനോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ ഫീൽ ചെയ്യുന്നു, അവർ തിരിച്ചു പോരുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് കേട്ടിട്ടുള്ളൂ. പക്ഷെങ്കിൽ ചൈനയ്ക്ക് അതിന് വലിയൊരു ബുദ്ധിമുട്ടായി. ആ ഒരു എക്സ്പെഡീഷൻ ഇവരെ കൊണ്ട് ചെയ്യിച്ചതിന് ശേഷം സാമ്പത്തികമായിട്ടും മിലിറ്ററി എന്താ പറയുക, ആഭ്യന്തരമായിട്ടും ചൈനയ്ക്ക് ഒത്തിരി തകർച്ചയുണ്ടായ, ട്രേഡിലും എല്ലാം തകർച്ചയുണ്ടായ ഒരു സമയമായിരുന്നു. അതോടെയാണ് ഓൾ ഓഫ് എ സഡൻ 2001 സ്റ്റോപ്പ് ചെയ്തത്. കൈലാസ പർവ്വതത്തിന്റെ അടുത്തോട്ട് പോലും ആരും പോകണ്ടെന്നുള്ളൊരു തീരുമാനമാക്കി. അല്ല, ഇപ്പൊ ഈ സ്വാതിയൊക്കെ പോയ ഈ പരിക്രമണം ഉണ്ടല്ലോ, ഈ ഇന്നർ പരിക്രമ, അതും ഈ പുറമേ ഉള്ളതും തമ്മിൽ എത്ര കിലോമീറ്റർ വ്യത്യാസം? 7 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. 7 കിലോമീറ്റർ ഉള്ളിലാണ് കൈലാസ പർവ്വതത്തിന് 7 കിലോമീറ്റർ ദൂരത്ത് നിന്നിട്ടാണ് നമ്മൾ ഔട്ടർ പ്രദേശം. അതായത് ഇപ്പൊ ഞാനൊക്കെ പോവുകയാണെങ്കിൽ, നമ്മുടെ പ്രേക്ഷകർ പോവുകയാണെങ്കിൽ കൈലാസ പർവ്വതത്തിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരം നിന്നേ അതിനെ വലം വയ്ക്കാൻ പറ്റുള്ളൂ. അതൊരു പുതിയ അറിവാണ്. അത്രയാണ്. അപ്പൊ ഇന്റർ പരിക്രമണയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഭാരതീയർക്ക് 2017 വരെ പെർമിഷൻ കിട്ടുമായിരുന്നു. ഏത് ഇന്നർ പരിക്രമണം? സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. ഇന്നർ പരിക്രമണ അതിന്റെ പ്രൊസീജിയർ എന്ന് പറയും. നിലവിലില്ല, പക്ഷെങ്കിൽ നമ്മൾ സാധാരണ വിസയാണ് എടുക്കുന്നത്. പക്ഷെ ഒരു വിസയ്ക്ക് കാലാവധി 30 ദിവസമാണ്. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യും. ചൈനയുടെ ബോർഡറിൽ നിന്ന് പുറത്ത് പോകണം. 30 ദിവസമൊക്കെയാണ് നമ്മൾ പിൽഗ്രിം വിസയിലാണ് പോകുന്നത്. നോർമൽ ചൈനയുടെ ടൂറിസ്റ്റ് വിസയല്ല. ഈ പിൽഗ്രിം വിസയ്ക്ക് 30 ദിവസത്തെ വാലിഡിറ്റി ഉള്ളി, 30 ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങണം. പക്ഷെങ്കിൽ ഈ ഇന്നർ കോറയ്ക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ സാഗയിൽ ചെന്നിട്ട് സാഗ ഗവൺമെന്റ് സാഗ എന്ന് പറയുന്ന കൈലാസത്തിന് മുമ്പുള്ള ഒരു ബേസ്മെന്റ്, ഒരു പോയിന്റാണ്, ഒരു വലിയൊരു സിറ്റിയാണ്. അവിടെ ഒഫീഷ്യൽ കാര്യങ്ങൾ, ടിബറ്റിലെ ഒഫീഷ്യൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സാഗ എന്ന് പറയുന്ന പ്രാദേശിക ഭരണകൂടം അവിടെയാണ്. ടിബറ്റിയൻ ഭരണകൂടം അവിടെയാണ്. അവരാണ് ഇന്റർലൈൻ പെർമിറ്റും ഒക്കെ നമുക്ക് തരുന്ന സാഗ എന്നാണ്.
ടിബറ്റൻ ഭൂമികയിൽ കൂടി നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള പെർമിറ്റ് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ പോകുന്ന പോലെ. അത് തന്നെ, അതുപോലെ തന്നെ. അപ്പം ആ സാഗയിൽ നിന്ന് നമുക്ക് ഇന്നർ പരിക്രമയ്ക്കുള്ള പെർമിറ്റുകൾ നമുക്ക് ലഭിക്കും. ആ പെർമിറ്റുമായിട്ടാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ സാധാരണ നമ്മുടെ കൂടെ നേപ്പാളിൽ നിന്നുള്ളവരും അല്ലെങ്കിൽ ലോക്കൽ ടിബറ്റൻ പീപ്പിൾസ്, സെൻട്രൽ ടിബറ്റിലെ ആളുകളാണ് അവർ നമ്മുടെ കൂടി പരിക്രമയ്ക്ക് കൂടെ വരിക. നമ്മൾക്കൊരു ഗൈഡ് വേണം, അല്ലാതെ നാട്ടിൽ കൂടെ നമുക്ക് വഴി അറിയില്ലല്ലോ. പക്ഷേ ഇന്നർ പരിക്രമയ്ക്ക് പോകണമെങ്കിൽ ഒരു ബോൺ റിലീജിയനിൽ ഉള്ള ഒരു ഗൈഡ് ആയിരിക്കണം, വെച്ചാൽ ബോൺ മതസ്ഥനായിരിക്കണം. എന്നുവെച്ചാൽ ബോൺ മതസ്ഥർക്ക് മാത്രമേ കൈലാസത്തിൻ്റെ ഇന്നർ റീജിയനിലേക്ക് പോകാൻ അനുമതിയുള്ളൂ. അതെന്താ അറിയോ, നമ്മൾ മൊണാസ്ട്രീസ് ഉണ്ടല്ലോ, നമ്മൾ ബുദ്ധ മൊണാസ്ട്രികളും ബോൺ മൊണാസ്ട്രികളും ഉണ്ട് കൈലാസ പർവ്വതത്തിന് ചുറ്റോട് ചുറ്റും. പക്ഷേ ഔട്ടർ പരിക്രമയ്ക്ക് പോയി അത് കാണാൻ പറ്റും 1-2 മൊണാസ്ട്രി മാത്രമേ മാനസരോവര തീരത്തും സാഗയിലും ഡിറാപൂക്ക് ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് മൊണാസ്ട്രീസ് കാണാൻ പറ്റുള്ളൂ. പക്ഷെങ്കിൽ ഇന്നർ പരിക്രമയ്ക്ക് പോയി കഴിഞ്ഞാൽ കൈലാസ പർവ്വതത്തിൻ്റെ ചുറ്റിൽ ഏകദേശം 17-18 ലൈവ് മൊണാസ്ട്രീസ് ഉണ്ട്. ഈ മൊണാസ്ട്രിയുടെ പ്രത്യേകത ഇവിടെ ഞാൻ പറയുന്നത്, ഇന്നർ പരിക്രമയ്ക്ക് പോകുമ്പോൾ കാണാം. അതെ, അവിടെ അവർ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ നമുക്ക് അവരെ കാണാൻ പറ്റില്ല. ഈ ഓരോ ക്ലിഫാണല്ലോ, മുനമ്പുകൾക്ക് മേളിൽ ഓരോ ചുറ്റിലാണ് ഓരോ മലകളുണ്ട്. കൈലാസ പർവ്വതത്തിൻ്റെ ചുറ്റോട് ചുറ്റും ഏകദേശം 8 മലനിരകൾക്ക് നടുക്ക് ഒരു താമരപ്പൂവിൻ്റെ എതളിനുള്ളിൽ മൊട്ടിയിരിക്കുന്ന പോലെയാണ് കൈലാസത്തിൻ്റെ പർവ്വതത്തിൻ്റെ ചുറ്റും ഒരു വരമ്പ് പോലെ സ്പൈറൽ കോറ, നമ്മൾ സ്പൈറൽ എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ മനുഷ്യൻ്റെ DNA രൂപത്തിലാണെന്നാണ് പറയുന്നത്, അത് റെപ്ലിക്കാന്നാണ് പറയുന്നത്. അങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന 8 മലനിരകൾക്ക് നടുവിലൊരു പൂമൊട്ട് പോലെ, ഒരു താമരമൊട്ട് പോലെയാണ് കൈലാസ പർവ്വതം ഇരിക്കുക. അപ്പോൾ ഈ ചുറ്റിനുമുള്ള പർവ്വതനിരകളിൽ മുഴുവൻ മൊണാസ്ട്രീസ് ഉണ്ട്. ഒന്നുള്ളത് ബുദ്ധ മൊണാസ്ട്രികളും ഒന്ന് ബോൺ മൊണാസ്ട്രികളുമാണ്. ബുദ്ധ മൊണാസ്ട്രിയുടെ പ്രത്യേകത എങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നത് വെച്ചാൽ, മുകളിൽ നമുക്ക് കാണുക 2 കണ്ണുണ്ട്. 2 കണ്ണും നടുക്ക് ചുറ്റി സ്പൈറലായിട്ട് ഒരു സ്പ്രിങ് പോലത്തെ ഒരു മൂക്കും. അവരുടെ അടയാളം അതാ ബുദ്ധ മൊണാസ്ട്രികൾ. അത് നമുക്ക് കാണുമ്പോൾ അറിയാം ഇതൊരു ബുദ്ധ മൊണാസ്ട്രിയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഇപ്പം ഇലുമിനാറ്റീസ് ഒക്കെ എടുത്തേക്കുന്ന ആ കണ്ണ്. അതേപോലെ 2 കണ്ണും നടുക്കൊരു സ്പൈറൽ മൂക്കും. അതുപോലെ തന്നെ ബുദ്ധ മൊണാസ്ട്രികളുടെ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് സ്വസ്തിക, ലെഫ്റ്റ് ഫേസിങ് സ്വസ്തികയുണ്ട്. സ്വസ്തിക് സിമ്പിൾ ഇല്ലേ, സ്വസ്തിക സിമ്പിൾ. അത് നമ്മൾ ഇന്ന് ഭാരതത്തിൽ ഇന്ത്യൻസ് ഉപയോഗിക്കുന്ന റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്ന ക്ലോക്ക് വൈസിലാണ്. പക്ഷേ ആൻറ്റി ക്ലോക്ക് വൈസിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്നതാണ് ബോൺ മതത്തിൻ്റെ സിമ്പിൾ, സ്വസ്തികയാണ്. അങ്ങനെ തുടങ്ങുന്ന സ്വസ്തികയാണ് ബോൺ റിലീജിയൻ്റെ സിമ്പിൾ. അവിടുന്ന് അത് താന്ത്രികമാണ്. വെച്ചാൽ താന്ത്രികത്തിൻ്റെ അൾട്ടിമോസ്റ്റ് അവസാന വാക്കെന്നുള്ള രീതിയിലാണ് ബോൺ മതം. നമ്മൾ ഇന്ന് പ്രപഞ്ചത്തിലുള്ളതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള സിവിലൈസേഷൻ ഇന്നും അതേ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അത്ര ഹിഡൻ ആയിട്ടുള്ളൊരു ട്രഷറാണ് ഈ ബോൺ റിലീജിയനിൽ അവർക്കുള്ളത്. അവരുടെയാണ്. അതുകൊണ്ടാണ് ഈവൻ നമ്മൾ പല യുറേഷ്യ, നമ്മൾ ഹിറ്റ്ലറും ജർമ്മനിയും അവരൊക്കെ ഈ സിമ്പിള് ചൂസ് ചെയ്യാൻ തന്നെ കാരണം ഈ സ്വസ്തിക് സിമ്പിൾ കാരണമാണെന്ന് പറയുന്നത്. പക്ഷേ ലെഫ്റ്റ് സ്വസ്തിക് സിമ്പിൾ യൂസ് ചെയ്യാൻ എല്ലാവർക്കും പാടില്ല. അത്ര പവർഫുൾ ആയതുകൊണ്ടാണ് റൈറ്റ് സിമ്പിളായിട്ട് നമ്മൾ വിസ്ഡം അല്ലെ ട്രൂത്ത് ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് റൈറ്റ് സിമ്പിളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. വെച്ചാൽ സ്വസ്തിക് സിമ്പിളിൻ്റെ ഒറിജിൻ ഈസ് ഫ്രം ടിബറ്റ്. ഇപ്പോൾ ഈ ഇന്നർ പരിക്രമണയ്ക്ക് പോകാനായിട്ട് ഈ എല്ലാവരും കൈലാസത്തിൽ പോകണം. ഈ സ്വാതി എന്താണ് ഇന്നർ പരിക്രമണ തന്നെ ചെയ്യണമെന്ന് തീരുമാനിച്ചത്? എനിക്ക് ഇങ്ങനെയുള്ളൊരു ലോകം കാണണം. പക്ഷേ ചെറുപ്പത്തിലല്ലേ പറ്റുള്ളൂ, അതിൽ കൂടുതൽ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ പറ്റുമല്ലോ ഒരു പ്രായം കഴിഞ്ഞാൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ ഒന്ന് ആ ഭൂമിക്ക് ഒന്ന് കാണണം. പക്ഷേ മരിച്ചു പോകുമെന്ന് എല്ലാവരും പറഞ്ഞു. അവർ കൊണ്ടുപോകത്തില്ലായിരുന്നു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ചെല്ലുമ്പം ഞാൻ കലേബാല സാർ എന്നെ അലോ ചെയ്തില്ല, പറ്റൂല എന്ന് പറഞ്ഞു. അവസാനം അവിടെ 3 ദിവസം അവിടെ നിന്ന് കരഞ്ഞ് പറഞ്ഞിട്ട് അവസാനം അവർ സമ്മതിച്ച്. അവർ 2-3 ഡോക്ടേഴ്സും കനേഡിയൻസും ഉണ്ടായിരുന്നു, മലേഷ്യൻസും ഉണ്ടായിരുന്നു, തമിഴ് പീപ്പിളായിരുന്നു കൂടുതൽ. പിന്നെ കുറച്ച് സ്വാമിമാരെ പോലുള്ള നമ്മൾ ഈ സിദ്ധാശ്രമം പോലുള്ള ഒരു കൺസെപ്റ്റിൽ എല്ലാം ത്യജിച്ച്. അപ്പോൾ ഈ ഇന്നർ പെർമിറ്റ് എടുത്തതിന് ശേഷം പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ഇന്നർ പെർമിറ്റ് നമ്മൾ കൈലാസ് ഇന്നർ കോറെ കുറിച്ച് ഒരു കാര്യം പറയട്ടെ. കൈലാസ് ഇന്നർ കോറ പല രീതിയിൽ ചെയ്യാം. ഈ വജ്ര കോറ, സ്പൈറൽ കോറ, ലോട്ടസ് കോറ, ഇങ്ങനെ പല ഇന്നർ കോറകളുണ്ട്. ഇത് നമ്മളുടെ ഇടയ്ക്ക് ഫേമസ് അല്ലെങ്കിലും ടിബറ്റിയൻസും ബുദ്ധിസ്റ്റ് ആളുകളും ഇത് ഈ കോറ ചെയ്യുന്നുണ്ട്. ഈ വജ്രക്കോറ എന്ന് പറഞ്ഞാൽ കൈലാസം നമ്മൾ സൗത്ത് ഫേസ് മുതൽ പ്രദക്ഷിണം ചെയ്ത് ഡാഗിനിപാത്ത് എന്ന് പറയുന്നൊരു പാത്രം. ബുദ്ധമതത്തിൽ അവലോകേശ്വര എന്ന് പറയുന്ന ദേവൻ്റെയും വജ്രവരാഹി അല്ല വജ്രയോഗിനി എന്ന് പറയുന്ന ദേവതയുടെയും കൂടെ വാസസ്ഥലമാണ് കൈലാസഭൂമിക. അപ്പം അവരുടെ സംഗമ സ്ഥാനമാണ്. ചില എറ്റേണിറ്റി അവിടെ നടക്കുകയാണ്.
പ്രകൃതിയുടെ ഉത്ഭവം തന്നെ അവിടുന്നാണെന്നാണ് പറയുന്നത്. വെച്ചാൽ ഒരാൾ പുരുഷനും ഒരാൾ സ്ത്രീയുമാണെങ്കിലും ഒന്ന് വിസ്ഡത്തെ, ഒന്ന് ഇൻ്റലിജൻസിനെയും, ഒന്ന് യൂണിറ്റിയെയും, ഒന്ന് അത് തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ബ്ലിസ് എന്ന് പറയത്തില്ലേ, ഒരു അൾട്ടിമേറ്റ് ബ്ലിസ്, പരമാനന്ദത്തിലേക്ക് പ്രകൃതി എത്തുന്ന പോയിന്റാണ് കൈലാസ പർവ്വതം എന്നാണ് ബുദ്ധർ വിശ്വസിക്കുന്നത്. കൈലാസ പർവ്വതം സൗത്ത് ഫേസ് മുതൽ പ്രദക്ഷിണം ചെയ്ത് തിരിച്ച് സൗത്ത് ഫേസ് വരെ വരുന്നതാണ് വജ്രക്കൊറ എന്ന് പറയുന്നത്. അത് ബോൺ മതത്തിലുള്ള റിലീജിയനിലുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ അനുവാദമുള്ളൂ. അവിടെയാണ് കൂടുതലും കൈലാസ പർവ്വതത്തോട് വളരെ ചേർന്നുമാണ് പോകുന്നത്. കൈലാസ പർവ്വതത്തിൻ്റെ ഈ 8 എതളുകൾ കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ഈ ടിബറ്റിയൻ ആൾക്കാർക്ക് EPAS1 എന്ന് പറയുന്ന ഒരു വെറൈറ്റി വേരിയന്റ് ജീനാണ് അവരുടെ ബ്ലഡിൽ കൂടി ഓടുന്നത്. EPAS1 അതെന്താ വെച്ചാൽ ഈ ഡിനോസോവ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു നമ്മളുടെ ഉൽപ്പത്തിക്ക് മുമ്പായിട്ട്, മോഡേൺ മാനിൻ്റെ ഉൽപ്പത്തിക്ക് മുമ്പായിട്ട് നിയാണ്ടർത്താൽ, ഹോമോസാപ്പിയൻസ്, ആ ഹോമോസാപ്പിയൻസിൻ്റെ ഒക്കെ കൂടെയുള്ള ഡിനോസോവ എന്ന് പറയുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു. ആ ഡിനോസോവൻസിൻ്റെ ജീനാണ് ഇന്ന് ഈ ടിബറ്റൻ പീപ്പിളിൽ 80% കണ്ടുവരുന്നത്. അതിനകത്ത് EPAS1 എന്ന് പറയുന്ന ഒരു ജീൻ കൊണ്ടാണ് ഇവർക്ക് ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ജീവിക്കാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് സാധിക്കത്തുമില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഇതുപോലുള്ള ഓക്സിജൻ, നമ്മുടെ പ്രാണവായു നമുക്ക് നിലവിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓക്സിജൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ സമതലത്തിൽ കിട്ടുന്ന ഓക്സിജൻ്റെ 4-1 പോലും അവിടെ ഇല്ല. അത്ര ഓക്സിജൻ ഡെഫിഷ്യൻസിയാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ഓരോ മല കയറി ഇറങ്ങുന്ന ഓരോ ചുരങ്ങളിലേക്കാണ്. ഈ ചുരങ്ങൾ എന്ന് പറയുമ്പോൾ 2 മലകൾക്ക് ഇടയ്ക്കുള്ള ഏരിയയാണ്. അവിടെ ഓക്സിജൻ ഇല്ല, എയർ ഫ്ലോ നടക്കുന്നില്ല. അതുകൊണ്ടുള്ള ആ ഓക്സിജനും കൂടി അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ കിണറ്റിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഓക്സിജൻ കിട്ടില്ല എന്ന് പറയത്തില്ല. അതുപോലെ വലിയൊരു മലയുടെ കയറുമ്പോഴും ഓക്സിജൻ ഇല്ല, ഇറങ്ങി കഴിയുമ്പോൾ തീരെ ഓക്സിജൻ ഇല്ല. അപ്പോൾ സഡൻ ഡെത്ത് സംഭവിക്കും. അങ്ങനെയുള്ള ഈ 8 മലകൾ കയറി ഇറങ്ങിയിട്ട് വേണം കൈലാസത്തിൻ്റെ ഇന്നർ പരിക്രമയിൽ. എത്ര ദിവസം എടുത്തു സ്വാധീനം ചെയ്യാൻ? നമുക്ക് 30 ദിവസം കുറഞ്ഞത് വേണേ ലോട്ടസ് സ്കോർ ചെയ്യണമെങ്കിൽ. അത് ഞാൻ ചെയ്തിട്ടില്ല. ടിബറ്റൻസിന് മാത്രമേ പറ്റൂ, ബോൺ റിലീജിയനിലുള്ളവർക്ക് മാത്രമേ പറ്റൂ. നമുക്ക് ഈ സ്പൈറൽ കോർ എന്ന് പറയുന്ന ഒരു പ്രദക്ഷിണമുണ്ട്. അത് പക്ഷേ കൈലാസം മൊത്തം പർവ്വതം ചുറ്റാൻ പറ്റില്ല. കൈലാസ പർവ്വതത്തിന്റെ ഏതെങ്കിലും 2 ഫേസ് മാത്രം നമുക്ക് ചെന്ന് പ്രദക്ഷിണം ചെയ്ത് ഡാഗിനി പാത്ത് എന്ന് പറയുന്ന ഒരു പാത്തുണ്ട്. അതിനെക്കുറിച്ച് മുമ്പേ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഡാഗിനി പാത്ത് എന്ന് പറഞ്ഞാൽ ഈ വജ്രയോഗിനി എന്ന് പറയുന്ന ഒരു ഡാഗിനിയാണ്. അത് വന്നത് ടിബറ്റിയൻ ബുദ്ധിസത്തിൽ നിന്നാണ്. എന്നുവെച്ചാൽ ഡാഗിനി എന്ന് പറഞ്ഞാൽ മന്ത്രവാദിനിയാണ്. അവരാണ് മാന്ത്രികമായ കർമ്മങ്ങൾ മുഴുവൻ, താന്ത്രിക് പ്രാക്ടീസസ് ചെയ്യുന്ന ടിബറ്റിന്റെ യോഗിനിമാരെയാണ് നമ്മൾ ഈ ഡാഗിനിമാർ. കൈലാസത്തിൽ അവരുണ്ട്. ഡാഗിനിമാർ ഒട്ടനവധി ഉണ്ട്. അവരുടെ നേതാവാണ് നമ്മുടെ ഈ വജ്രവരാഹി എന്ന് പറയുന്ന ദേവത. അത് നമുക്ക് കാണണമെങ്കിൽ കൈലാസത്തിന്റെ ഇന്നർ കോറയിൽ നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് ഒരു ട്രാവലിംഗ് ഉണ്ട്. ആ പാത്തിനാണ് നമ്മൾ ഈ ഡാഗിനി പാത്ത്. ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ഡാഗിനിമാരുടെ ലോകം എങ്ങനെയാണ്? ഡാഗിനിമാരുടെ ലോകത്ത് നമുക്ക് രാത്രി നിൽക്കാൻ പറ്റത്തില്ല. രാത്രി നമ്മൾ സഞ്ചരിക്കണം. പകല് ഒരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ ഈ റീജിയൻ മുഴുവൻ സ്നോഫോൾ ആണ്. എൻ്റയർ ഇയറിലും മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കുക, ഫ്രഷ് സ്നോ. അപ്പം നമ്മൾ അന്ന് ഒരു രാത്രി കാലങ്ങളിൽ ഇത് കൂടും. വൈകുന്നേരം 5 മണിയാകുമ്പോൾ സ്നോഫോൾ കൂടും. അപ്പോൾ ഈ ഡാഗിനി പാത്തിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുലർച്ചെ ഒരു ടെൻറ്റിൽ കിടക്കാൻ ടെൻറ്റ് മൂടി പോകുന്ന അത്ര ഉയരത്തിൽ മഞ്ഞ് വീഴും. അല്ല, ഈ ഡാഗിനിമാരെന്ന് പറയുന്നത് ശരിക്കും കണ്ടോ അവരെ? ഇല്ല, അങ്ങനെയൊന്നും നമുക്ക് കാണാനൊന്നും ഒന്നും പറ്റത്തില്ല. അതൊക്കെ വിശ്വാസങ്ങളാണ്. പക്ഷെ ആ വിശ്വാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പം ഈ മരണഭയം ഉണ്ടല്ലോ, നമുക്കത് ഭയങ്കരമായിട്ട് കൂടും. അവിടുത്തെ സൗണ്ട്, കൈലാസ പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിസ്ഫോടനങ്ങൾ, നമ്മൾ ഈ അതിഭീകരമായ ശബ്ദങ്ങൾ, നമുക്ക് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നല്ലോ, ഒരാൾ ഉയരത്തിൽ കാണുന്നതായിട്ടോ അല്ലെങ്കിൽ രക്ഷിക്കാൻ പറഞ്ഞ് വിളിക്കുന്നതായിട്ടോ വലിയ പർവ്വതം ഇടിഞ്ഞു പോകുന്നതായിട്ടോ എന്തൊക്കെയോ ശബ്ദങ്ങൾ കൈലാസ പർവ്വതത്തിൽ കാറ്റ് കൊണ്ടുണ്ടാവുന്നതാണോ? അല്ല, ഉള്ളിൽ നിന്നാണ്. ഒരു റൂമിനുള്ളിൽ നിന്ന് കേൾക്കുന്ന പോലെ നമുക്ക് കേൾക്കാൻ പറ്റും. ശരിക്കും കേൾക്കുന്നതാണോ തോന്നലാണോ? അല്ല, കേൾക്കാം. എനിക്ക് തോന്നലുകളേ ഇല്ല. ഞാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫിഗേഴ്സിനെ അവിടെ കണ്ടിട്ടില്ല. പിന്നെ ഒരു മലക്കുള്ളിൽ ശബ്ദം അങ്ങനെ വരും, അതേക്കുറിച്ച് എന്താ ആളുകൾ പറയുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം കൈലാസ പർവ്വതത്തിന് ചുറ്റിനും ഒത്തിരി ഗുഹകളുണ്ട്. അതെ, അതിനുള്ളിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴി നമുക്ക് കാണാം. അതെവിടെയാണെന്ന് വെസ്റ്റ് ഫേസ് ആണ്. നമ്മൾ ഔട്ടർ കോറയ്ക്ക് പോകുമ്പോൾ കാണുന്നത് വെസ്റ്റ് ഫേസിന്റെ താഴെയുള്ള ഒരു പർവ്വതനിരയാണ്. ഒത്തിരി മുകളിൽ കൈലാസത്തിനോട് ചേർന്ന് ഈ വെസ്റ്റ് ഫേസിൽ ഒരു ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ ഫോട്ടോസ് കാണിച്ചത്. ആ ഫോട്ടോ ഒരു ഡോറുണ്ട്, ഒരു ഗുഹാമുഖമാണ്. ഈ ഗുഹാമുഖത്തിന് ഉള്ളിൽ കൂടി കൈലാസ പർവ്വതത്തിന്റെ ഉള്ളിലേക്ക് വഴിയുണ്ട്. 1.5 കിലോമീറ്ററോളം നമ്മുടെ ആളുകൾ തന്നെ പോയിട്ടുണ്ട്. ഞാനല്ല, ടിബറ്റൻ
ആചാര്യന്മാർ പോകുന്നുണ്ട്, അവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ളിലേക്ക് പക്ഷെങ്കിൽ താഴേക്ക് ചേമ്പേഴ്സാണ്. അവിടെയാണ് നമ്മുടെ ഈ ശാംബാല എന്ന് പറയുന്ന രാജ്യം എന്നാണ് ബോൺ മതത്തിൽ പറയുന്നത്. ഈ ശംബാല എന്നുള്ള പേര് തന്നെ ബോൺ ടിബറ്റൻ ഭാഷകളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, അല്ലാതെ ഈ അറിവില്ല. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൈലാസത്തിൻ്റെ നോർത്ത് വെസ്റ്റ് സൈഡിലാണ്, അതിനുള്ളിലേക്ക് ഒരു വഴിയുണ്ട്, 3 കിലോമീറ്ററോളം നമുക്ക് ഉള്ളിലേക്ക് പണ്ട് പോകാവുന്നതും ബോൺ മതത്തിൽ പറയുന്നുണ്ട്, അവരുടെ സ്ക്രിപ്റ്റ്സിൽ പറയുന്നുണ്ട്. പക്ഷേ 1.5 കിലോമീറ്റർ പോകത്ത്, അത് കഴിഞ്ഞാൽ വഴി അടഞ്ഞേക്കാണ്. താഴേക്ക് അഗാധമായ ചേമ്പേഴ്സാണ്. ഈ ചേമ്പേഴ്സിൻ്റെ അകത്ത് മുഴുവൻ അവർ സൂക്ഷിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ആ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യ വിഭാഗത്തിൻ്റെ ജീൻ ആ ബ്ലഡ് ലൈൻ അവിടെ സൂക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയ സംസ്കാരങ്ങളുടെ എല്ലാം ഒരു ജീൻ, ഒരു ബ്ലഡ് ലൈൻ ഇന്നും കൈലാസ പർവ്വതത്തിൽ സൂക്ഷിക്കുന്നു. മനുഷ്യ ഫോമിലോ ഫോസിലായിട്ടോ നമ്മൾ ഇന്ന് സമാധി ഭാവത്തിലോ എന്തും ആയിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ചൈനയിലില്ലേ, ചൈനക്കാർ അത് ഓപ്പൺ ചെയ്ത് കണ്ടെടുക്കാതെ തീർച്ചയായിരിക്കും അവരതിന് ശ്രമിക്കും. ചിലപ്പോൾ ഇനി അവർ കണ്ടെടുത്തോന്ന് കൂടി നമുക്കറിയത്തില്ല, അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചൈനയ്ക്ക് അതുകൊണ്ടാണല്ലോ ചൈനയ്ക്ക് ഈ ഒരു ഒന്ന് മിലിറ്ററി പർപ്പസിന് രാജ്യം ഉപയോഗിക്കാം, വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ അത് ഓപ്പൺ ആക്കി കൊടുത്താൽ മതിയല്ലോ. പക്ഷെങ്കിൽ വലിയ സത്ലജ് ബ്ലോക്ക് ചെയ്ത് ചൈന വലിയൊരു ഡാം വേൾഡിലെ ഏറ്റവും വലിയ ഡാം പണിയാനുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അതും പക്ഷെങ്കിൽ ചൈന വേണ്ടാന്ന് വെച്ചു. ചൈനയ്ക്ക് ആഭ്യന്തരമായ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ചൈന അത് ആ കൺസ്ട്രക്ഷൻ ആ തീരുമാനം കൈലാസത്തെ തൊട്ട് കളിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ ഈ കൈലാസത്തിൻ്റെ ആ ഭാഗത്ത് സാധാരണ ഇന്നർ പരിക്രമണയല്ല, സാധാരണ പരിക്രമണ ചെയ്യുന്നവർ പോലും മാനസ സരസിൻ്റെ ഭാഗത്ത് ഒക്കെ രാത്രിയിൽ വിചിത്രമായ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്, ചില പ്രകാശങ്ങൾ കാണുന്നു എന്നൊക്കെ. ഇങ്ങനെയൊക്കെ അതൊക്കെ പറയുന്ന കെട്ടുകഥകളാണോ? അല്ല, അവിടെ അല്ല അത് ആക്ച്വലി നടക്കുക. മാനസ സരോവരം കൈലാസമായിട്ട് നമ്മൾ ഏകദേശം 22 കിലോമീറ്റർ നോർമലി ദൂരമുണ്ട്. പക്ഷെങ്കിൽ കൈലാസത്തിന്റെ നോർത്ത് ഫേസ് ചെയ്യുന്ന താഴേക്ക് ഡാഗിനിപ്പാത്ത് നമ്മൾ പറഞ്ഞു, അവിടെ നിന്ന് താഴേക്ക് ചെല്ലുന്നത് കൈലാസത്തിന്റെ ഈശാന മുഖത്ത് താഴെ ഒരു കുബേർ കുണ്ടെന്ന് പറയുന്ന ഒരു അരുവിയുണ്ട്. ഈ കുബേര കുണ്ടിലാണ് ഈ അപ്സരസുകൾ വരിക എന്ന് പറയുന്നത്. ഈ പൗർണമി ദിവസങ്ങളിൽ അപ്സരസുകൾ വരും. അല്ല, അത് മാത്രമല്ല കൈലാസത്തിന്റെ ടോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതെന്ന് പോലും പറയുന്നുണ്ട്. ഒരു മകുടമാണ്, അത് ഓപ്പൺ ചെയ്യാം, അതിലേക്ക് UFOs വന്ന് ലാൻഡ് ചെയ്യുന്നു, അത് പോകുന്നു എന്നും പറയുന്നുണ്ട് ഏതൊക്കെയോ സമയങ്ങളിൽ. അത് കണ്ടവരുണ്ട്. ചേട്ടാ, നമ്മുടെ ഈ ചുറ്റും ഇരിക്കുന്ന ഈ സന്യാസി വിഭാഗങ്ങൾ മുഴുവൻ അവിടെ ജീവിക്കുന്നവർ, അവർക്കൊരു ഷോള് മാത്രമാണ്, ഒരു ചുമന്നതിൽ ബ്ലൂ വരെയുള്ള ഒരു ഷോള് മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഈ ചുമന്ന അവര് വേറെ ഒരു തെർമൽ വേസോ അതിനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ലാതെ ഇവര് ഈ മൈനസ് എത്രയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഡിസംബർ ജനുവരി മാസം പറഞ്ഞ ആലോചിക്കുക. കൈലാസത്തിന്റെ മുകൾ ഭാഗം അങ്ങനെ തുറക്കുന്നു, അതിലേക്ക് പറക്കുന്തളികൾ വന്നിറങ്ങുന്നു, അതൊക്കെ അത് അടയുന്നു. അതൊരു കഥ പോലെ തോന്നുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അല്ലേ? ആ സ്റ്റെപ്പ് പോലെ ഉണ്ടല്ലോ, അതിൽ കൂടി അവർ ചവിട്ടി കയറുന്നതിൽ ഇറങ്ങുന്നതൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു കൈലാസം. ഭഗവാൻ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് പറയുന്നത് ശിവൻ എന്നോ അപലാതകേശ്വരൻ എന്നോ ആര് പറയുന്നു, ഇവരാരോ കയറി ഇറങ്ങുകയും വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ആക്ടിവിറ്റീസ് നിരന്തരം നടന്നുകൊണ്ടിരുന്ന ഒരു ഏരിയ. ഇത് മുകൾ വശം തുറക്കാമെന്നാണ് പറയപ്പെടുന്നത്. അവിടുന്ന് ഈ UFOs ഇവിടെ വന്ന് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. ഇത് കാണുന്നവരുണ്ട്. ഇവരിത് പുറത്ത് പറയാത്തത് കൊണ്ട് ഇത് എങ്ങനെയാണെന്ന് ഇതിന്റെ പുറകിലുള്ള ആ ഒരു മാനുസ്ക്രിപ്ചർ ഡീകോഡ് ചെയ്യാനും ഒക്കെ ചൈന നോക്കുന്നത്. ഈ കുബേർകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് വിചിത്ര അനുഭവങ്ങൾ? അവിടെയാണ് ഈ അപ്സരസുകൾ വന്ന് നീരാടുക എന്നാണ് പറയുന്നത്. നമ്മൾ മാനസരോവരിൽ പാർവതി ദേവി അപ്സരസുകൾ മരുന്നൊക്കെ, രാജഹംസങ്ങൾ എന്ന് പറയുന്നത് ഒരു താറാവ് പോലത്തെ ഒരു പക്ഷിയാണ്. അത് ഇഷ്ടം പോലെ കൈലാസ രീതികളിൽ മാനസരോവർ തീരത്തുണ്ട്. പക്ഷെങ്കിൽ ഈ വളരെ അടുത്തായിട്ട് ഒരു 80s ഈ ഒരു കഥകൾ വരുന്നത്, ഈ മാനസരോവറിൽ അപ്സരസുകൾ വരുന്നത്. പക്ഷെ ടിബറ്റൻ ജനത അനുസരിച്ച് അവർക്ക് മാനസരോവറിൽ ഒന്നുമില്ല. നല്ല ഒരു വ്യൂ ആണ്. പക്ഷേ സ്റ്റാർസും മൂണും ഒക്കെ നമുക്ക് കയ്യിൽ കുമ്പിളിൽ പിടിക്കാൻ പറ്റുന്ന അത്ര തൊട്ടടുത്ത് താന്ന് വന്ന് നിൽക്കും. മാനസരോവറിന് നേരെ ഓപ്പോസിറ്റാണ് കൈലാസം. ഈ പൗർണമി ഫുൾ മൂൺ ദിവസങ്ങളിൽ ഈ പർവ്വതത്തിൻ്റെ റിഫ്ലക്ഷൻ, മൂണിൻ്റെ ലൈറ്റ് കൊണ്ട് റിഫ്ലക്ഷൻ മാനസരോവറിൽ പതിക്കും. അത് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. താജ്മഹൽ രാത്രിയിൽ കാണുന്ന ഭംഗി പോലെ തന്നെ ഒരു ഭംഗിയിൽ കൈലാസം കാണാൻ പറ്റും മൂൺ ലൈറ്റിൽ. അല്ല, മാനസരോവർ തീരത്ത് ഒരു കുബേർകുണ്ടിൽ പോയിട്ടുണ്ടോ? കുബേർ കുണ്ട് വഴിയാണ് നമ്മൾ ഈ നോർത്ത് ഫേസിൽ കൂടെ താഴേക്ക് ഇറങ്ങി. നമ്മൾ ഇന്ന് ആളുകൾ പോകുന്നതിന് വളരെ ദൂരെയായിട്ടുള്ള നോർത്ത് ഫേസിൻ്റെ താഴെ, ഈ ഔട്ടർ കുറെ പോകുമ്പോൾ നോർത്ത് ഫേസ് ചെറിയൊരു മകുടം പോലെ, ചെറിയൊരു മുനമ്പ് പോലെ കാണത്തുള്ളൂ, അത്ര ഉയരത്തിലാണ്. അതിന് താഴെ കുബേർ കുണ്ട് വഴിയാണ് നമ്മൾ സൗത്ത് നന്ദി എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട് കൈലാസത്തിന് മുമ്പിൽ. നന്ദികേശൻ ഇരിക്കുക എന്ന് പറയുന്നൊരു പർവ്വതമാണ്. ഈ നന്ദി പർവ്വതത്തിന്റെ ചുറ്റിനും ഗുഹകളാണ്.
ചെറിയ ചെറിയ പോക്കറ്റ്സ് ആണ് മുഴുവൻ. ഇതിൻ്റെ അകത്ത് എന്താണ് ആക്ടിവിറ്റീസ് നടക്കുന്നത്, അവിടെ ആരൊക്കെയുണ്ട്, നമ്മളെന്ന് പറയത്തില്ലേ ഹിമാലയത്തിൻ്റെ 400 വർഷമുള്ള യോഗികളൊക്കെ ജീവിച്ചിരിക്കുന്നൊക്കെ പറയത്തില്ലേ. ഞാൻ അടുത്തിടെ ഒരു വീഡിയോ ഉണ്ട്, ഒരു സന്യാസി കൊടും മഞ്ഞിൽ ഒരു വസ്ത്രവും ഇല്ലാതെ വളരെ കൂളായിട്ടിരുന്ന് ധ്യാനത്തിൽ. അതെ, അത് മണിമഹേഷ് റീജിയനിലുള്ള ഒരു സന്യാസിയാണ്. അതെ, അത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ. അപ്പോൾ അതുപോലുള്ള നമുക്ക്, പക്ഷേ ഈ കൈലാസ റീജിയനിലുള്ള ഒരു സന്യാസികളെ നമുക്ക് കാണാൻ പറ്റില്ല. അത് അവർ പറഞ്ഞു കേട്ടേക്കുന്ന അവർ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. പക്ഷെ അവരൊക്കെ ഒന്ന് നേരിട്ട്, പക്ഷേങ്കിൽ ഒരു കാര്യം എനിക്ക്, അവർക്ക് സെൽഫ് മമ്മിഫിക്കേഷൻ ചെയ്യുന്ന ആളുകൾ, അവർ സ്വയം അവർ ഉള്ളിൽ കുറച്ച് നാൾ അവർ നട്ട്സ് മാത്രം കഴിക്കും, അത് കഴിഞ്ഞ് ലീപ്സ് മാത്രം കഴിക്കും. അവർ പോവാറായും തോന്നിക്കഴിഞ്ഞാൽ അതിനുശേഷം അവർ ഒരു അറാക്ക് പോലെ ഒരു കറയാണ്, ഒരു ലീഫിൻ്റെ കറ എത്രയോ വർഷം അവർ കഴിച്ച് ഇന്റേണൽ ഓർഗൻസിനെ മുഴുവൻ അവർ അതിൻ്റെ അകത്ത് തന്നെ ദഹിപ്പിക്കുകയാണ്. വെച്ചാൽ കീടാണുക്കളെ നശിപ്പിച്ച് അത് സെൽഫ് മമ്മിഫൈ ആയി ഉരുകി അവർ ചെറിയ ഒരു 6 അടി വലിപ്പമുള്ളൊരു മനുഷ്യൻ, അവരുടെ എല്ല് പോലും ചുരുങ്ങി അവസാനം അവരൊരു 1.5 അടി ചെറിയൊരു കുറുകിയ മനുഷ്യരായിട്ട് അവർ അങ്ങനെ മമ്മിഫൈ ആയിട്ട് മരിക്കുകയാണ്. അവരവിടെ ഒരു ഭരണിക്കകത്ത് അവരടക്കുകയാണ്, അത് പുറത്തും കളയില്ല. ആ ഭരണിക്കകത്ത് അടക്കി അവരുടെ ഈ ചേമ്പേഴ്സിനുള്ളിൽ സൂക്ഷിക്കുകയാണ് ബോൺ മതത്തിലെ സന്യാസിമാരെ. പക്ഷെങ്കിൽ സാധാരണ ബോൺ മതത്തിൽ മരിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് അവർ കളയുന്നതെന്ന് അറിയാം, നമ്മളെപ്പോലെ ദഹിപ്പിക്കുകയോ ഒന്നും ക്രിമേറ്റ് ചെയ്യുമൊന്നുമല്ല. അവരെന്ത് വെച്ചാൽ ഓപ്പണായിട്ട് നമ്മുടെ യമദ്വാർ എന്ന് പറയുന്ന ഒരു റീജിയനിൽ നിന്നാണ് കൈലാസ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ യമദ്വാറിന് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു പർവ്വത നിരയുണ്ട്. ആ പർവ്വതത്തിൽ വൾച്ചേഴ്സിന് കൊടുക്കുക ഭക്ഷിക്കാൻ. നമ്മുടെ ഇവിടെ പാഴ്സികൾ ചെയ്യുന്ന പോലെ ഓപ്പണായിട്ട് അതുങ്ങൾക്ക് കൊടുക്കുകയാണ് ഭക്ഷിക്കാൻ വേണ്ടി, ഈ ശവശരീരങ്ങൾ കൊടുക്കുക. പക്ഷെങ്കിൽ ഈ നായ്ക്കൂട്ടങ്ങളുണ്ട് അവിടെ ഒത്തിരി. ഈ നായ്ക്കളാണ് ഇത് ഭൂരിപക്ഷം ചെന്ന് കഴിക്കുക. അതുകൊണ്ട് നമ്മൾ കൈലാസ യാത്രയ്ക്ക് പോകുമ്പോൾ രാത്രി കാലങ്ങളിലൊന്നും ഈ ഡോഗ്സിന്റെ അടുക്കലേക്ക് പോകരുതെന്ന് പറയും. മനുഷ്യ മാംസം കഴിച്ച് ശീലിച്ചിട്ടുള്ള നായ്ക്കളാണ് കൂടുതലും. അതുകൊണ്ട് കാഴ്ചയിൽ അവർ വളരെ ടൈംഡ് ആയിരിക്കും, പക്ഷെങ്കിൽ എങ്ങാനും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഈ സ്വാതിയുടെ യാത്രക്കിടയിൽ ഈ വിശദീകരിക്കാനാകാത്ത അത്ഭുതകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പഞ്ചകൈലാസങ്ങൾ യാത്രയിൽ, കിന്നര കൈലാസ യാത്രയെന്നൊക്കെ എനിക്ക് അങ്ങനെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു അവസരം, അല്ല ആരെയും കണ്ടിട്ടോ അങ്ങനൊന്നും. നമ്മുടെ ഒരു കേവല മനുഷ്യന്റെ രീതിയിൽ നിൽക്കുന്ന ഈ ലൗകിക ലോകത്ത് ബന്ധനസ്ഥരായിട്ട് നിൽക്കുന്ന ആത്മാക്കളുള്ള മനുഷ്യർക്ക് അങ്ങനെയുള്ള പറ്റില്ല. അത് വെറുതെ പറയുന്ന ചിലപ്പോൾ അത് നമ്മുടെ ഒരു സൈക്കിക് ലെവലിൽ നമുക്ക് തോന്നുന്നതായിരിക്കും. ചില ആളുകളൊക്കെ ഈ യാത്രയൊക്കെ നടത്തിയിട്ട് ഒരുപാട് കഥകളൊക്കെ എഴുതി പിടിപ്പിച്ചു. ഞാനൊന്നും കണ്ടിട്ടില്ല. അത് കാണാനുള്ള ഒരു ത്രാണി മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ഒരു പുസ്തകത്തിൽ നോവൽ വായിക്കുന്ന പോലെയാണ്, ഫിക്ഷൻ ഒരുപാട് എഴുതി ചേർത്തിരിക്കുന്നു എന്നൊരു ആരോപണം പൊതുവിലുണ്ട്. ഇല്ല, നമുക്കൊരു സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യും. ഞാൻ എന്തോ ആണെന്നുള്ളൊരു ധാരണ സാധാരണക്കാരിൽ, എനിക്ക് ഭഗവാന്റെ അടുക്കൽ പോയല്ലോ, അല്ലെങ്കിൽ ആ ഒരു ആദിമ ജനത ജീവിച്ചിരുന്ന ആ ഒരു ഭൂമികൾ ഞാനും ചെന്നൊന്ന് കിടന്ന് ഉറങ്ങിയല്ലോ, അല്ലെങ്കിൽ അവിടെ ഒക്കെ ഒന്ന് കണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഇത്രയും അങ്ങനെ ഒരു അത്ഭുത ലോകത്ത് കുറച്ചു നേരം നിന്നിട്ട് തിരിച്ചു പോരുക എന്നല്ലാതെ ഞാൻ അവിടെ ഒന്നിനും കണ്ടിട്ടില്ല. ഒന്നും കാണാനില്ല അവിടെ. പ്രകൃതിയെ തന്നെ കാണാനല്ല പോയത്, അനുഭവിക്കാനാണ്. നമ്മൾ പ്രകൃതിയിൽ കൂടി അല്ല ജീവിക്കുന്നത്, പ്രകൃതി നമ്മളിൽ കൂടി ജീവിച്ച് തീർക്കുക. നമ്മൾ വെറും എന്താ പറയാ, അത്ര സിമ്പിളാണ്. അത് നമ്മുടെ ഏത് രീതിയിലുള്ള അളവുകോല് വെച്ച് അളന്നാലും അതെത്തിപ്പെടില്ല. പക്ഷേ ഈ നമ്മുടെ 2 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നിയത് ഇന്റർ കൈലാസ യാത്ര പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ജീവിതത്തെ പോലും മാറ്റിമറിക്കും, നമ്മുടെ ആയുസ് പോലും ചിലപ്പോൾ കുറഞ്ഞു പോകും എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയം വരുന്നുണ്ട്. അതെ, അവിടുത്തെ ആ കേവ്സ് ആണ് ഏറ്റവും നമുക്ക് ഭീകരമായി തോന്നുന്നത്. അതിനുള്ളിൽ എന്താണ്, അവിടെ ആളുകളുണ്ട്. ആളുകളെന്നോ അത് എന്ത് ടൈപ്പ് ഓഫ് ക്രീച്ചേഴ്സാണ് ഇപ്പോഴും അവിടെ ജീവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ കേവ്സ് കണ്ടിട്ടുണ്ട്, ചുറ്റും കേവ്സ് ആണ്. നന്ദി പർവ്വതത്തിൻ്റെയും അതുപോലെ തന്നെ കൈലാസ് നോർത്ത് ഫേസിൻ്റെയും സ്പൈറൽ കോറയിലെ മൗണ്ടൻസിൻ്റെ എല്ലാം ചുറ്റിനും. അപ്പോൾ ഏതൊക്കെ ഫേസിലാണ് പോയത് ഈ ഇന്റർ പരിക്രമണയുടെ ഭാഗമായിട്ട്? വെസ്റ്റ് ഫേസ്, നോർത്ത് ഫേസിൽ ഡാഗിനി പാത്ത് വഴി കൈലാസിൻ്റെ സൗത്ത് ഫേസിനും ട്രാൻസ്വേഴ്സ്. നമ്മൾ സാധാരണ കാണുന്ന കൈലാസിൻ്റെ ചിത്രം ഏത് ഫേസാണ്? നോർത്ത് ഫേസ്. അതുകൂടാതെ മറ്റ് 2 മുഖങ്ങൾ കണ്ടു അല്ലേ? വെസ്റ്റ് ഫേസിലും പോയി, ഈസ്റ്റ് ഫേസിലും പോയി. പക്ഷേ സൗത്ത് ഫേസിലോട്ട് പ്രദക്ഷിണം വെച്ച് കയറാൻ പറ്റില്ല. അവിടെ നമുക്ക് ബുദ്ധ ത്രോൺ എന്ന് പറയുന്നൊരു മുനമ്പുണ്ടേ, അതിന് ശിവലിംഗ ത്രോൺ എന്നും പറയും. അതൊരു കല്ല് പോലത്തെ ഒരു എന്താ പറയുക, ഗ്ലാസ് പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചാണ് ആ സ്ഥലം ഉണ്ടാക്കിയേക്കുന്നത്. അതിൽ കൂടി നമുക്ക് ക്ലൈംബ് ചെയ്ത് കയറാൻ പറ്റില്ല. അതിനുള്ള ത്രാണി നല്ല ആ ഒരു റൂട്ട് ഇന്നും അവർക്ക് അറിയില്ല. അത്ര മിനുസമായ വഴി, അതെങ്ങനെ കയറി തീർക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരും.
2 ദിവസം 3 ദിവസം ആ ഭൂമിയിൽ തന്നെ നമ്മൾ താമസിക്കുക. രാത്രി കാലങ്ങളിൽ നടക്കുക, പകൽ സമയങ്ങളിൽ മഞ്ഞ് വീഴ്ച കുറവുള്ളപ്പം കട്ടിയുള്ള പ്രതലം നോക്കി കിടന്നുറങ്ങുക. അത് മാത്രമല്ല, കൈലാസ പർവ്വതത്തിൻ്റെ ഏകദേശം ഒരു 50 മുതൽ 100 മീറ്റർ വരെ ഈ ഇൻഡസ്, ബ്രഹ്മപുത്ര, കർണാലി, സത്ലജ് ഇങ്ങനെയുള്ള നദികൾ മുഴുവൻ കൈലാസത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് വന്ന് ലാൻഡ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ മഞ്ഞുരുകി വരുന്ന ഈ പർവ്വതത്തിന് തൊട്ട് താഴെയാണ്. അപ്പോൾ അവിടെ എപ്പോഴും വെള്ളക്കെട്ടുകളാണ്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഒഴിച്ച് ബാക്കി എല്ലാ സമയവും വെള്ളക്കെട്ടുകളാണ്. അവിടെ നിന്നാണ് ഈ നദികൾ മാനസരോവറിലേക്ക് ഭൂമിക്കടിയിൽ കൂടി പോവുക. അതുകൊണ്ട് ആ നദി അടിയിൽ കൂടി ഒഴുകുന്ന ഒച്ച പോലും നമുക്ക് ചില ഫേസുകളിൽ കാണാം, യാത്രകളിൽ കേൾക്കാൻ പറ്റും. അപ്പം നമ്മൾ ചില കട്ടി കുറവുള്ള പ്രതലമാണ് നമ്മൾ ചവിട്ടുന്നെങ്കിൽ ഈ വെള്ളത്തിലേക്ക് പോകും. അതുകൊണ്ട് ഒത്തിരി അടുത്ത്, അത് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ പോകാൻ പറ്റുള്ളൂ. അല്ലെ വെള്ളത്തിൽ പോകുമെന്ന് ഉറപ്പാണ് വെച്ചാൽ അത്ര മിനുസമായ ലോലമായ പ്രതലമാണ്. അപ്പം അതിൽ കൂടിയാണ് നമ്മൾ അത് മൂവിങ് ഗ്ലേസിയറും അതിൽ കൂടിയാണ് നമ്മൾ ഈ പ്രദക്ഷിണം 3 ദിവസം ഉറങ്ങാതെ പകൽ വിശ്രമിച്ച് കട്ടിയുള്ള പ്രതലം നോക്കി ഇരുന്ന് എന്തേലും, അതും ഫുഡൊന്നും ഇല്ലല്ലോ, എന്തേലും നട്ട്സ് അല്ലെങ്കിൽ പാക്കറ്റ് നൂഡിൽസ്, ആപ്പിള്, അങ്ങനെയുള്ള അതൊക്കെയാണ് ഭക്ഷണം അല്ലേ, അല്ലാതെ നിങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റേയില്ല. വെള്ളം മാത്രം ബോയിൽ ചെയ്ത് ഐസ് മഞ്ഞുരുക്കി വെള്ളം കുടിക്കാൻ പറ്റുമെന്നല്ലാതെ വേറെ ഒന്നും ഇല്ലാതെ ഈ യാത്ര പോകുന്നത്. താമസമൊക്കെ ടെൻ്റ് അടിച്ച് താമസിക്കും. ടെൻറ്റ് പറന്നു പോകും. പക്ഷെങ്കിൽ ടെൻറ്റ് ഉള്ളിൽ നിന്ന് ടെൻറ്റ് പിടിച്ച് ഇങ്ങനെ നമ്മൾ മൂടി ഇരിക്കത്തില്ലേ, അങ്ങനെ വേണമെങ്കിൽ ഇരിക്കുക. അല്ലെങ്കിൽ ഈ ഹിമക്കാറ്റ് ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്, അത് മൂടി ഇരിക്കുക എന്ന് പറയാം. അങ്ങനെയുള്ളൂ, പുതച്ചിരിക്കുക, അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ആ യാത്ര പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ഏതായാലും അത്ഭുതകരമായൊരു യാത്രയുടെ വിശേഷങ്ങളാണ് പറഞ്ഞത്. ഏതായാലും നമ്മുടെ സ്വാതി നമ്മുടെ കൂടെ ഉണ്ട്. അടുത്ത എപ്പിസോഡുകൾ നിങ്ങൾക്ക് കൂടുതൽ പുതിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. തീർച്ചയായും നമ്മളോടൊപ്പം സഞ്ചരിക്കുക.